തന്റെ വാക്ചാതുരി കൊണ്ടാണ് ഹാഷ്മി പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുള്ളത്. എന്തിനേയും പറ്റി ആരെയും മുഖം നോക്കാതെ നിലപാട് പറയുന്ന ഒരാൾ കൂടിയാണ് ഹാഷ്മി. ഹാഷ്മിയുടെ ഇതുവരെയുള്ള ജീവിതം നിരവധി ഭീഷണികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകും. എങ്ങനെയാണ് ഈ പഠിത്തം അല്ലെങ്കിൽ ഓരോ ഡിബേറ്റുകളെയും ആളുകളെയും എങ്ങനെ എടുക്കുന്നു, ഓരോ വലിയ വലിയ ചർച്ചകൾക്ക് ശേഷം ആ രംഗം എങ്ങനെയാണ് ശാന്തമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹാഷ്മി ഇപ്പോൾ തുറന്നു പറയുകയാണ്. ഞാൻ കോംപ്രമൈസ് ചെയ്യാറുമില്ല. ഓക്കെ. ഞാൻ എനിക്ക് ബോധ്യമുണ്ട്. കാര്യം നമുക്ക് അതൊരു ബോധ്യം ഉണ്ടാണ്. ഇത് നമ്മൾ നിൽക്കുന്ന പക്ഷം ശരിപക്ഷമാണ്, അതൊരു കറപ്റ്റ് പക്ഷത്തിന്റെ കൂടെ അല്ല എന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ ബോധ്യം ഉണ്ടെങ്കിൽ അതിന് പറയാനുള്ള തെളിവുകൾ നമ്മൾ സ്ഥാപിക്കുന്ന തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തിനു കോംപ്രമൈസ് ചെയ്യണം? കട്ടക്ക് നിൽക്കാന്നുള്ളത് അതിനകത്ത്. ഓക്കെ. ഈ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ, മറ്റൊരാളുടെ വീക്ഷണത്തിൽ നിന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസും എന്തൊക്കെ ലിമിറ്റേഷൻസും വീക്ക്നെസ്സും ഉണ്ട് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാളിറ്റീസ് പറഞ്ഞാൽ ജേർണലിസം ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെ പോകും, അതിനുവേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെ അധ്വാനിക്കും. അത് ഭയങ്കര പാഷനാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ആ പണി അല്ലാതെ വേറൊരു പണി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാഷ്മിക്ക് അറിഞ്ഞുകൂടാ എന്താണ് അടുത്ത പണി. വേറൊരു പണി എന്ന് പറഞ്ഞാൽ മനസ്സിലാലോചിച്ചിട്ടില്ല, അറിഞ്ഞുകൂടാ താനും. പിന്നെ ഇതിന്റെ മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിനുവേണ്ടി നമ്മൾ ഇത് പാഷനോട് മാത്രം നിൽക്കും. നമ്മൾ ബാക്കി കുറെ കാര്യങ്ങൾ അതാളത്തിലാവും. വീട്, കുടുംബത്തിന് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയം, മറ്റേ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത, കുഞ്ഞിനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയം. അപ്പൊ അങ്ങനെ കുറെ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാൻ കൊണ്ടു പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭാഗ്യമാണ്, അത് ഭയങ്കര കഴിവാണ്. മൾട്ടി ടാസ്കിങ് അതില്ല. ഓക്കെ. ഇനി ചേട്ടാ, ഈ പറഞ്ഞ പോലെ പണ്ടത്തെ മാധ്യമ രീതിയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കുറെ കൂടെ സോഷ്യലാണ് എല്ലാ കാര്യങ്ങളും. ഒരു ചർച്ച കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടണം, കമന്റ്സ് ആയിട്ടും അല്ലേ, പിറ്റേ ദിവസം വരെ എക്സാക്ട്ലി ട്രോൾ ആയിട്ടും ഒക്കെ. കുറെ ട്രോളുകൾ ഈ പറയുന്ന പോലെ ന്യൂസ് പ്രസന്റേഴ്സും അവതാരകർക്കൊക്കെ കിട്ടുന്നുണ്ട്. ഈ അടക്കം ഞാനടക്കമുള്ള അവതാരകർക്ക് ട്രോള് ഭയങ്കര ഈ പറഞ്ഞ പോലെ അതൊരു ഭാഗമായി കഴിഞ്ഞു നമ്മുടെ ലൈഫിന്റെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ട്രോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വൈറലായ ട്രോൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ട്രോൾ ചേട്ടനെ പറ്റിയുള്ള? ഒരുപാട് ട്രോൾ വൈറലായിട്ടുണ്ട്, കുറെ സാധനം ഉണ്ടായിട്ടുണ്ട്. എടുത്തു വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെ കുറെ സാധനം ഇങ്ങനെ ഓടിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ദേഷ്യപ്പെടുന്ന സാധനമൊക്കെ ഇടുന്ന മീമൊക്കെ വെച്ചിട്ട് കുറെ സാധനം ഓടിട്ടൊക്കെ ഉണ്ട്. ഞാനതിനെനിക്ക് ഇഷ്ടമാണ്. അതേപോലെ ഈ ട്രോളും ഈ പറഞ്ഞ എല്ലാ സാധനവും ഞാൻ സ്വീകരിക്കും. പക്ഷേ വീട്ടുകാരെ പറയുന്നത് മാത്രം ഞാൻ സഹിക്കൂല. വീട്ടുകാരെ പറയാൻ ഞാൻ തിരിച്ചും പറയും, അൽമോട്ടാവും ചെയ്യും. ബാക്കി എന്നെ പേര് പറയുന്ന എന്ത് ട്രോളും എന്ത് കടുത്ത വിമർശനവും എനിക്ക് ഒരു ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കാം. സത്യം പറഞ്ഞാൽ ഒരു 10% പോലും അസഹിഷ്ണുത ഇല്ലാതെ ഞാൻ അതിനെ ഉൾക്കൊള്ളും. അതിൽ തിരുത്താനുണ്ടെങ്കിൽ എന്താണ് തിരുത്തേണ്ടതെന്ന് നോക്കും, എല്ലാം നോക്കും. വീട്ടുകാരെ പറയുന്നത്. ഇപ്പൊ ചില ഡിബേറ്റുകളിൽ അല്ലെങ്കിൽ ചില പരിപാടികളിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചിലപ്പോൾ സജഷൻസ് ആയിരിക്കാം, അഭിപ്രായങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പക്ഷം ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ഭീഷണികൾ വരാറുണ്ടോ? അല്ലെങ്കിൽ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു സമൂഹമാണല്ലോ, പൊതുജനം പലതും എന്ന് വെറുതെ പറയുന്നതല്ല. എന്നാൽ നമ്മളൊരു വിഷയത്തിന് അങ്ങനെ എടുക്കാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അവർക്ക് എന്റെ ഫോൺ നമ്പർ എവിടെ നോക്കിയാലും എന്റെ ഫോൺ നമ്പർ ഉണ്ട്, എന്നെ വിളിക്കാം, സംസാരിക്കാം. എന്നോട് വിളിക്കുന്ന ഒരു കോളും ഞാൻ എടുക്കാതിരുന്നിട്ടില്ല. അത് ഞാൻ എടുക്കും, സംസാരിക്കും. തെറിയല്ലെങ്കിൽ തെറിയാന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യുന്നു. എന്നല്ലാതെ നമ്മൾ തെറിയല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ വിളിക്കാറുണ്ട്, അത് ശരിയായില്ല എന്ന് രൂക്ഷ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു എന്താ ഏട്ടാ ചോദിക്കാറുണ്ട്. അപ്പൊ ഇനി അവര് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാണെന്ന് പറയാറുണ്ട്, ഞാൻ തിരുത്താൻ ശ്രമിക്കാറുണ്ട്. അതാണ് ശരി അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു, അതിന്റെ നോർമൽ കോഴ്സിൽ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ല. ഓക്കെ. ഇടയ്ക്ക് വരാറുണ്ട്. ഏറ്റവും ഈ അശ്വിൻ കോക്കിന്റെ ഈ പെർട്ടിക്കുലർ എപ്പിസോഡ് ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകൾ പോയ എപ്പിസോഡാണ്. ചിലപ്പോൾ നമ്മളുടെ പരിപാടിയിൽ നമ്മൾ എടുക്കുന്ന ഒരു പക്ഷം ഉണ്ടല്ലോ, ഈ പറയുന്ന നമ്മളുടെ പക്ഷം നമ്മൾ ചിലപ്പോൾ മുന്നേ കൂട്ടിയിട്ടായിരിക്കും അങ്ങനെ പക്ഷം എടുക്കുന്നത്. പരിപാടിക്ക് മുന്നേ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പക്ഷമായിരിക്കും അത്. ചിലപ്പോൾ അത് ഔട്ട് ആയതിനു ശേഷം ഉണ്ടല്ലോ, ചിലപ്പോൾ ആ പക്ഷത്തിന്റെ കൂടെ ചിലപ്പോൾ ജനങ്ങൾ നിൽക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടും സംഭവിക്കാം. എപ്പോഴെങ്കിലും ഏതെങ്കിലും നമ്മളെടുത്ത പക്ഷം ഓപ്പോസിറ്റ് ആയിട്ട് വന്നതുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിന് വിമർശിച്ചത് കൊണ്ട് നമ്മളുടെ പക്ഷം അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാട് മാറ്റേണ്ട. ഞാൻ പറഞ്ഞ ഇപ്പൊ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, അത് ഞാൻ ശരിയെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു ചർച്ചയിലോ ഈ ജനകീയ കോടതിയിൽ വരുന്ന അതിഥിയോ നമ്മുടെ കാഴ്ചപ്പാടിനെ തിരുത്തുന്ന രീതിയിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ എനിക്ക് അത് തിരുത്താൻ ഒരു മടിയില്ല. ഞാൻ എൻ്റെ ചർച്ചകളിൽ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രോയുടെ നിലപാടിൽ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ തെറ്റാണെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ ചർച്ചയിൽ. എന്ന് പറഞ്ഞാൽ അതിനൊരു മടി വരേണ്ട കാര്യമില്ല, അത് ഈഗോ വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്താണെങ്കിൽ ഇപ്പൊ ജനകീയ കോടതിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചയുടെ ഒരു ഫോർമാറ്റ് അല്ല, അത് കോടതിയാണ്. അതിനകത്ത് ഒരു പ്രതിക്കൂട്, ഒരു വാദിക്കൂട് എന്നൊരു സാധനമുണ്ട്, ജഡ്ജുണ്ട്. പ്രതിക്കൂട്ടിൽ വന്നിരിക്കുന്ന ആളോട് നമ്മളൊരു വക്കീലിന്റെ പണി എടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അയാളോട് ഒരു കുറച്ച്
ക്രിട്ടിക്കലി ചോദിക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി. അപ്പൊ അവിടെ പക്ഷെ നമ്മളൊരു പക്ഷം എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന ആളോട് ക്രിട്ടിക്കലായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പുറത്ത് വന്നിരിക്കുന്ന അയാളെ കൗണ്ടർ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾ നമ്മളെ സഹായിക്കാൻ വരുന്ന വാദിയാണ്. അദ്ദേഹം ക്രിട്ടിക്കലായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അവിടെ നമ്മുടെ ഒരു പക്ഷത്തിന് വലിയ പ്രാധാന്യമില്ല. നമ്മൾ ആരായാലും വന്നിരിക്കുന്ന ആളോട് എന്താണ് പ്രശ്നം, എന്താണ് മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എന്ന രീതിയിൽ സമീപിക്കുകയാണ് ആ പ്രോഗ്രാമിന്റെ ശൈലി. അശ്വന്ത് കോക്ക് ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ട്രോള് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അശ്വന്ത് കോക്കിനോട് സംസാരിച്ചു. അപ്പൊ കോക്ക് ഈ മലങ്കൾട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ പുള്ളി, മലങ്കൾട്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭയങ്കര അധിക്ഷേപ പരാമർശമല്ലേ മലങ്കൾട്ട്, എന്താണ് ഈ മലങ്കൾട്ട് എന്ന് ചോദിച്ചു. അപ്പം അശ്വന്ത് കോക്ക് പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ ചാനൽ ചർച്ച കഴിയുമ്പോൾ നിങ്ങൾ സീരിയസ് ചെയ്യുന്ന ആൾക്കാർ ചിരിക്കുമോ, അതാ മലങ്കൾട്ട് എന്ന് പറഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇത് എഡിറ്റിംഗ് ടേബിൾ എഡിറ്റ് പ്രോഗ്രാമാണ്, അത് എന്റെ കയ്യിലാണ്, വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പം ഇത് പുറത്തു പോകുമ്പോൾ ട്രോളാന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. നമുക്കറിയാം, നമ്മൾ കുറെ കാണുന്ന ട്രോളാന്ന് ഉറപ്പായിട്ടും അറിയാം. എന്നിട്ടും അതങ്ങ് വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോയില്ലേ. ഞാൻ പറഞ്ഞത് എന്താണ്, പെട്ടെന്ന് തന്നെ അങ്ങനെ മറുപടി പറയാൻ പറ്റുന്നത് അശ്വന്തിന്റെ ഒരു കഴിവാണ്. നമ്മളത് അത് കത്രി വെച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർക്കൗട്ട് ആവുമല്ലോ. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ട്രോള് വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ സാധനങ്ങളൊക്കെ അങ്ങ് പോകുന്നതാണ് അതിന്റെ ഭംഗി. അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. അതെ, ഈ പറഞ്ഞ പോലെ നിഷ്പക്ഷമായിരിക്കണം മാധ്യമ പ്രവർത്തനം എന്ന് എല്ലായ്പ്പോഴും പറയുമല്ലോ. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്കത് നിഷ്പക്ഷമായിട്ട് ചിലപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് നിൽക്കാൻ പറ്റാറില്ല. അത് ഈ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കും. ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളിൽ നമ്മളോട് സൈലന്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ മാധ്യമം ആ സ്ഥാപനം നമ്മളോട് ആവശ്യപ്പെടാവുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 24-ന്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് മാറ്റി നിർത്താം. പക്ഷെ എന്നാലും പല ചാനലുകളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. അപ്പോൾ മറ്റ് ആ ചാനലിന്റെ ഭാഗത്ത് നിന്നേ ഇല്ല, ഈ വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ മദ്യം പാലിക്കേണ്ട, ഓരോരുത്തും പറയാതിരിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ, തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വിരോധാഭാസമാണല്ലോ. അതിനെ മാധ്യമ പ്രവർത്തകൻ എങ്ങനെ കാണാറ്, അസ്വസ്ഥമാക്കാറുണ്ട് അത്തരം തീരുമാനം? ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ പറയുന്നത്, എനിക്കിപ്പോ പല മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങളെ പറ്റിയൊക്കെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വാർത്താ ചാനലുകളാണ് 24, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയവയൊക്കെ. ഇതിലെ വാർത്താ അവതാരകരും വളരെ ഫെമിലിയർ ആണ് നമുക്ക്. എവിടെ വെച്ച് കണ്ടാലും ഈ അവതാരകനല്ലേ അല്ലെങ്കിൽ ഈ അവതാരികയല്ലേ എന്നൊക്കെ നമുക്ക് ഓടിച്ചെന്ന് കാര്യം പറയാൻ പറ്റുന്ന അത്ര ഫെമിലിയർ ആണ്. ഇപ്പോൾ സീരിയലിലൊക്കെ നമ്മുടെ വീട്ടിലെ ടിവിയിൽ കാണുന്ന താരങ്ങളെ പോലെ തന്നെ നമുക്ക് ഇഷ്ടമാണ് പല അവതാരകരെയും. അത്തരത്തിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കൊണ്ടും മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോകൾ കൊണ്ടും ഒക്കെ ചർച്ചയാകുന്ന ആളാണ് ഹാഷ്മി എന്ന അവതാരകൻ.